ആരാടാ നിങ്ങള്? ആരാന്ന്? എന്നെ വേണ്ടേ? എന്നെ റെഡി അയച്ചാണോ? കാശ് മേടിച്ചോണ്ട് പോകാമെന്നാണോ? എന്റെ കാശൊന്നുമില്ല. എല്ലാ കാശും പോലീസ് കൊണ്ടുപോയി. സംശയം അവിടെ പോയി അന്വേഷിക്കും. വാ, ഞാനും കൂടെ വരാം. വാ, പോകാം. വാ. ഏയ്, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക്. പിന്നെ എന്തിനാ അടുത്തോട്ട് വരുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അകത്തെന്തോ വലിയ നിന്റെ പുറകെ അതിനേക്കാളും വേറെന്തോട്ട് ഓടിക്കോടാ. വിട്ടോ. അയ്യോ മാസ ഓടിക്കോ. ഓടിക്കോ. അയ്യോ ഓടിക്കോടാ. ഓടിക്കോ. അയ്യോ ഓടിക്കോടാ. നിക്കല്ല നിക്കണ്ട നിക്കണ്ട. ഓടിക്കോ 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 ഓടിക്കോ. എനിക്ക് പ്രേതത്തിനെ കാണാൻ കഴിയുന്നടാ. ഹോസ്പിറ്റൽ മുതൽ എന്റെ പിന്നാലെ വരിക. ഇതിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടൂടാ? ഒരു വഴിയേ ഉള്ളൂ. വേഗം അമ്പലത്തിൽ ചെന്നിട്ട് വല്ല ചരടും ചുറ്റാ. തമാശ പറയാതാ. അല്ലടാ, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. പണ്ട് കാലത്തുള്ള പ്രേതപ്പടം തൊട്ട് ഈ കാലത്തുള്ള പ്രേതപ്പടം വരെ അങ്ങനെ തന്നെയാ. ദൈവത്തിനെ പ്രേതത്തിനെ ഓടിക്കാൻ പറ്റൂ. വാ. അങ്ങനെയാണോ? അതേടാ. മാസേ 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 ഞാൻ പറഞ്ഞതല്ലേ അപ്പം അമ്പലത്തിന്റെ അകത്തേക്ക് പ്രേതമൊന്നും വരില്ലെന്ന്. ശരിയടാ, പക്ഷേ നമുക്ക് പുറത്തു പോകണല്ലോ. ചത്തവൻ ഓടിക്കുന്നു, രക്ഷപ്പെട്ടവൻ ഓടുന്നു. ചത്ത് ജീവിച്ചവൻ ഇപ്പോഴും ഇരിക്കുന്നു. തീർന്നില്ല, ഇനിയും ഉണ്ട്. സ്വാമി, ഞങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സ്വാമി. ഇന്നലെ രാത്രി മുതൽ പ്രേതങ്ങൾ എവിടെ പോയാലും വിധി പോലെ നടക്കട്ടെ, വിധി പോലെ നടക്കട്ടെ. ചത്തു ജീവിച്ചവനല്ലേ, അതുകൊണ്ടാണ് നിനക്ക് പ്രേതത്തെ കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ഒരു വരമാണ്. വരം. സ്വാമി, ഇല്ല, എനിക്ക് വേണ്ട. പ്രേതത്തിനെ കാണുന്നത് വരമാണെന്ന്. അധികാരം എനിക്കില്ലടാ. ആരാണോ കൊടുത്തത് അവനായിരിക്കും. അത് പ്രേതാത്മാവാണെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ തന്നെ പോയിക്കോളൂ. സാധിച്ചു കൊടുക്കണമെന്നോ? അതുങ്ങൾക്കോ? വിട്ടാ ഞങ്ങളെ തന്നെ കൊന്നുകളയും. എന്നെ ഞാനില്ല. കാണുമ്പോൾ തന്നെ പേടി തോന്നും. വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവനാ നീ. ഇവരെ കണ്ട് എന്തിനു ഭയക്കണം നീ? കല്ലിനെ കല്ലായിട്ട് കണ്ടാൽ കല്ലായിട്ട് തോന്നും. അത് അമ്പലത്തിനുള്ളിൽ കണ്ടാലോ ദൈവം. മനസ്സാണു കാരണം എല്ലാത്തിനും. ഭയത്തോടെ കണ്ടാൽ പ്രേതമായി തോന്നും. സാധാരണയായിട്ട് കാണ് മനുഷ്യരായി തോന്നും. മനസ്സ് ദൃഢപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാം ശരിയാകും, പേടിക്കണ്ട. ആരാ? സുഹൃത്താണോ? അതെ. നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. നീ ഒരുപാട് കാണുവാനുണ്ട്. നന്നായി വരും, നന്നായി വരും. മാസേ എന്താ പറയുന്നേ? ഒന്നുമില്ലടാ, ചുമ്മാ, വേറെ പണിയില്ല. മനസ്സ് ദൃഢപ്പെടുത്തുകയാണ് വേണ്ടത്.
ഇവൻ എങ്ങോട്ട് പോയി? ഒരു ചുമന്ന ടീഷർട്ട് ഇട്ട് ആരെങ്കിലും ചേട്ടാ, ഒരു കണ്ടായിരുന്നോ? ചുവന്ന ടീഷർട്ട് ഇട്ട് ആരെങ്കിലും കണ്ടായിരുന്നോ? ശ്ശേ, നീ എവിടെ പോയി തപ്പാനവനെ? പോയെന്നാ പറഞ്ഞത്. ഇനി എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം. ദാ, ജെറ്റേ, എന്താ? എല്ലാത്തിനും നമ്മുടെ മനസ്സാ കാരണം. സാർ പ്ലീസ് സാർ, എന്റെ ഫോണും പേഴ്സും കാണുന്നില്ല സാർ, സാർ. ടെൻഷൻ എന്റെ ആകാതെ മോള് മേടിച്ചെന്ന ഫോണാണ് സാർ. 35,000 രൂപയുടെ ഫോൺ. സാർ ചിലപ്പോ കാറിനകത്ത് വെച്ച് കാണും. വാ നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാരെയും കണ്ടിട്ട് മനുഷ്യന്മാരായിട്ട് തന്നെയാ തോന്നുന്നേ. നേരാടാ, ആ. എനിക്കും അതുപോലെ തോന്നുന്നത്. എടാ ഭയങ്കര. ആരുടെ ഫോണാ? ദാ പ്രവൃത്തോണ്ട് പോകുന്നില്ലേ, അയാളുടെ ഫോണാ. എടാ പേഴ്സ് കൊടുത്തോ? എടുക്കാതെ നിന്റെ അപ്പന്റെ ഹോട്ടലാണോ? ആര് ബില്ലടയ്ക്കും? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതിൽ മനുഷ്യനേതാ പ്രേതം ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഞാനൊരു ഇംഗ്ലീഷ് പടത്തിൽ കണ്ടിട്ടുണ്ട്. ആ. പ്രേതങ്ങൾ ക്യാമറയിൽ പതിയില്ല. ഓ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് ചെയ്ത് നോക്കാം. മാസേ, നിന്റെ ബാക്ക് സൈഡിൽ പച്ച കളർ ഷർട്ട് കണ്ടിട്ട് പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട്. അവന്റെ ഫോട്ടോ എടുക്ക്. എടാ നേരാടാ, ആ, പച്ചക്കളർ മനുഷ്യൻ തന്നെ. ഓ. വെള്ള കളറാടാ പ്രേതം, ക്യാമറയിൽ പതിയുന്നില്ല. കൊള്ളാലോ, മനുഷ്യനേക്കാളും പ്രേതമാണല്ലോ ഡീസന്റ്. ഈ കാര്യം പുറത്തു പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല അല്ലേ? ആര് വിശ്വസിക്കാനാ? നമുക്ക് വട്ടാന്നേ പറയത്തുള്ളൂ എല്ലാം. ഡാ, ആ. അനങ്ങാതിരിക്കെ. ആ ഓക്കെ. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് നോക്കുന്നുണ്ട്. ആഹാ. അനങ്ങാതിരുന്നു. ആ ഓക്കെടാ. Ready? ഒരു മിനിറ്റ് എടാ. സ്മൈൽ. ഓക്കെ അല്ലേ? മാസേ, എടാ മാസേ, ഞാൻ മരിച്ചുപോയോ? എടാ ഒന്ന് പറയടാ. ആ. എന്തിനാടാ? ഇത്ര നാളായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നീ മൈൻഡ് ചെയ്യാതെ കുടിച്ചോണ്ടിരിക്കുവാണല്ലോ. ഡാ, ഒന്നും മനസ്സിലാവുന്നില്ലടാ. എന്തോ ഒരു ശൂന്യത പോലെ. ശരി, ഒരു ഹാഫ് ഇങ്ങ് കൊണ്ടുപോവാ. നീ ഭാഗ്യം ചെയ്തവനാടാ. ഇനി മുതൽ നീ കുടിക്കണ്ട, സിഗരറ്റ് വലിക്കണ്ട, കുളിക്കാൻ വേണ്ട. എന്തൊരു ജീവിതമാടാ നിന്റെ. ഒരു പ്രശ്നം അറിയാതെ എന്തൊരു സന്തോഷത്തിൽ ജീവിക്കുന്നത്. ഇവനെന്താ തന്നെ സംസാരിക്കുന്നത്? മരിച്ച ഒരാളോടാണോ ഇങ്ങനെ സംസാരിക്കേണ്ടത്? നിനക്കൊന്നും ഒരു വിഷമവും ഇല്ലടാ. ഏടാ, നീ അതിന് മരിച്ചു പോയതുപോലെ ഇല്ലല്ലോ. ഇപ്പോ നീ എൻ്റെ അടുത്തില്ലെന്ന് വെച്ചോ, എനിക്ക് അതുപോലല്ലേ തോന്നൂ. അതിന് നീ എൻ്റെ നേരെ കുത്തിയിരിക്കുമല്ലേ, അതിന് ഞാനെന്തിനു വിഷമിക്കണം? എന്നാലും കുടിക്കാൻ പറ്റില്ലല്ലോ. മാസ, മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കില്ലേ? അതുപോലെ തന്നെ എനിക്കും വെള്ളവും സൈഡ് ഡിഷും എല്ലാം തരാലോ. ഇതാ തിന്ന്, ഇതാ തിന്നാൻ. നീ ചോദിച്ചതല്ലേ, തിന്നാൻ. നിനക്ക് ഈ ഗ്ലാസ്സിലിരിക്കുന്നത് കുടിക്കാൻ പറ്റുന്നില്ല, പോരാഞ്ഞിട്ട് അവന് കിള്ളി വെക്കണമെന്ന്. ഇതിനേക്കാളും ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ, ഇവൻ ഒരു പ്രേതം, എന്നിട്ട് മറ്റു പ്രേതങ്ങളെ പേടിക്കുന്നു.
എടാ അവരെല്ലാം കണ്ട ക്രൂരമായ പ്രകൃതത്തിനെ പോലെ ആരും എന്നെ പോലെ ഫെയർ ആൻഡ് ഹാൻഡ്സം ആയിട്ടില്ലല്ലോടാ. വേടാ അവൻ ഏത് സാധനമാണോ അടിക്കുന്നത് ആ സാധനം എനിക്ക് കൊണ്ടുപോടാ. ശരി സാർ. ഹേയ്, ഹേയ്, പോകണം. ഹേയ്, പോകാലോ പറഞ്ഞോട്. രാത്രിയായ പിന്നെ നായ്ക്കടെ ശല്യമാ. മാസേ അങ്ങോട്ട് നോക്കിയടാ. നോക്ക്, കാറിന്റെ ഡിക്കിയില് 2 പ്രേതം. എടാ പ്രേതങ്ങളെ കണ്ടാ നായിട്ട് ഓടിക്കുന്നത്. നായയുടെ കണ്ണിന് ഞങ്ങളെ കാണാൻ പറ്റുമല്ലേ? അതുകൊണ്ടായി രാത്രി നായ്ക്കൾ ഓടിക്കുന്നതല്ലേ? ഓ. ഇത്രയും നാളും നായി നമ്മളെ ഓടിക്കുന്നത് കരുതിയേ. പക്ഷെ കൂടെ വരുന്ന പ്രേതങ്ങളെ ഓടിക്കുന്നത് മച്ചു. ആ, ഇതെങ്ങാനും ജനങ്ങൾ അറിഞ്ഞാ പിന്നെ തീർന്നത് തന്നെ. എന്ത് ചെയ്യാനാ, രാത്രി ഒരുത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്നതിന്റെ കഥ തീർന്നു. എന്തായാലും നന്നായിരിക്കും. എടാ എന്താടാ കണ്ടിട്ട് മാലിന്യെ പോലെ ഉണ്ടല്ലേ? അല്ല ഇതെന്താ ഈ സമയത്ത് ഹായ്. ഇതിലെ കൂടെ എന്താ? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വരാൻ താമസിക്കുമെന്ന് കരുതി ഞങ്ങൾ പോവായിരുന്നു. ഓ അല്പം ഫിറ്റ്. സോറി ചെറുതായിട്ടൊന്ന്. അതൊന്നും സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായെന്നറിയാം. മനസ്സിലാവുന്നുണ്ട്. എന്തു പറ്റി? എന്താ ഒരേ ഒരു ഫ്രണ്ട്. മാസേ, എടാ മാസേ, അയ്യോ കരയരുത് പ്ലീസ്. ഇതിനടാ കരയുന്നത്? എടാ മാസേ, എടാ ഇത്ര നേരമില്ലാത്ത വിഷമം നിനക്ക് എവിടെ നിന്ന് വന്നേ? എടാ എന്റെ കെട്ടിപ്പിടിച്ചല്ലോ. എടാ 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 കുറച്ചു നേരം മുമ്പല്ലടാ ഒരു വിഷമം ഇല്ലെന്ന് പറഞ്ഞേ. പറയുന്ന കേക്ക്. അതെ, കരയരുത്. ഞങ്ങളൊക്കെ ഇല്ലേ? ഞാനുണ്ടെന്നേ. സോറി മാലിനി, ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഞാനുണ്ടെന്നാ പറഞ്ഞേ. നേരാണോ? ഒരുപക്ഷെ നമ്മളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനായിരിക്കും ജെറ്റ് മേളിലേക്ക് പോയത് അല്ലേ? മുകളിൽ എന്താടാ? ഞാൻ താഴെയല്ലേ നിൽക്കുന്നേ. ഇപ്പൊ ജെറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായെന്നറിയാം. അടുത്തല്ലേ നിൽക്കുന്നേ? ഓടാ ജെറ്റേ. ഞാൻ സന്തോഷിക്കുവാണ് ഇപ്പം. വേണ്ടടാ. എന്നാ ഞങ്ങൾ വരട്ടെ. നാളെ നമുക്ക് ആശുപത്രി വെച്ച് കാണാം. വേറൊരു കാര്യം ചേട്ടാ, ചേച്ചി ഇപ്പൊ ആശുപത്രിയിലൊന്നും വരാറില്ല. എടി, എന്താ എന്താ എന്ത് പറ്റി? അല്ല അന്ന് പറഞ്ഞിരുന്നില്ലേ ഡീൻ പ്ലേസ്മെന്റ് വേണ്ടിട്ട് കൈക്കൂലി ചോദിച്ചത്? ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടനെ അവള് പിന്നെ കാശ് വേണ്ടി വന്നതാ. അല്ല, ലവ് ആണെന്ന് വിചാരിക്കലടാ. എത്ര ആണെന്നാ പറഞ്ഞേ? 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപ. അതിനെന്താ തരാം. ഒരു 2 days ടൈം നമുക്ക് കൊടുക്കാം. വേണ്ട, സാരമില്ലെന്നേ. ഒരുപാട് ബുദ്ധിമുട്ടില്ല. അല്ലല്ല ഞാൻ തരാം തരാം. പിന്നെ അത് ഈസി അല്ലേ? നിസ്സാരം, okay. സൂക്ഷിക്കണേ. ഞങ്ങൾ പോവാ. അടുത്ത കാശ് റെഡി ആക്കിയോ? കാശ് മേടിക്കാൻ വന്നാടാ. ഓടാ അവിടുന്ന്. എന്താ ചെയ്യാൻ പോകുന്നേ? 3.5 ലക്ഷം 2 ദിവസം മാത്രം. ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോവാണോടാ? അത് ബൈക്ക് വിൽക്കാനോ? ബൈക്ക് വിറ്റിട്ട് ബാക്കിക്ക് ബോണ്ട കഴിക്കാം. എന്താ പറയടാ? പറ്റത്തില്ലെന്ന് പറടാ. അയ്യോ എന്റെ മാസേ, ഐ തിങ്ക് ഇറ്റ്സ് ഇംപോസിബിൾ. എന്തു പറ്റി? എന്തിനാ ചിരിക്കുന്നേ? ഐഡി കിട്ടിയോടാ? ഐഡിയ ആണോടാ മാസേ?